വിജയം എന്നത് യാദൃശികമല്ല, നാം ബോധപൂർവം വളർത്തിയെടുക്കുന്ന മനോഭാവത്തിൻ്റെ ഫലമാണ്. ഞാനിവിടെ ഒരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലൊരു പുരോഹിതൻ യാത്രാമധ്യേ വളരെ മനോഹരമായ ഒരു കൃഷിത്തോട്ടം കാണാനിടയായി. വിളവിൻ്റെ സമൃദ്ധിയിൽ ആകൃഷ്ടനായ പുരോഹിതൻ കുറച്ചു നേരം അവിടെ ചെലവഴിച്ചു. തോട്ടത്തിൽ കർമ്മനിരതനായ കൃഷിക്കാരനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വലിയ ഭാഗ്യവാനാണ്. ദൈവം നിങ്ങൾക്ക് വളരെ മനോഹരമായ കൃഷിത്തോട്ടമാണ് നൽകിയിട്ടുള്ളത്. അതിന് നിങ്ങൾ ദൈവത്തോട് അപ്പോഴും നന്ദിയുള്ളവരും കടപ്പാടുള്ളവരുമായിരിക്കണം. ഇത് കേട്ട കർഷകൻ പറഞ്ഞു, അതെ, എനിക്ക് ദൈവം തന്നത് വളരെ മനോഹരമായ കൃഷിത്തോട്ടമാണ്. പക്ഷേ ഇതെനിക്ക് തരുന്നതിൻ്റെ മുമ്പുള്ള ഈ തോട്ടത്തിൻ്റെ അവസ്ഥ കൂടി നിങ്ങൾ കാണണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇത്രയും അത് സമൃദ്ധമായത്. ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിജയം എന്നുള്ളത് അത് യാദൃശ്ചികമല്ല, ബോധപൂർവമുള്ള നമ്മുടെ മനോഭാവത്തിൻ്റെ ഒരു ഫലമാണ്. നമ്മുടെ അധ്വാനം വലിയ വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത് കൊച്ചു കഥയിൽ നാം പാഠം പോലെ. അധ്വാനത്തിലൂടെ, പരിശ്രമത്തിലൂടെ